ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു നല്ല നാടൻ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിന് വേണ്ടത് ഒരു 1/2 കിലോ ബീഫാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് മാറ്റാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, പിന്നെ അതിലേക്ക് നമ്മൾ ഗരം മസാലപ്പൊടി ഇടുന്നുണ്ട്, പിന്നെ വേപ്പില, മല്ലിയില, അല്പം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ ഇട്ട പൊടികളെല്ലാം മിക്സ് ആവുന്നവരെ നല്ല രീതിയിൽ കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക കേട്ടോ. ആവശ്യത്തിന് ഇത് വേവാനുള്ള വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് നല്ല രീതിയിൽ ബീഫ് വേവിച്ചെടുക്കണം. ഓക്കെ, പിന്നെ ഇതിലേക്ക് വേണ്ട സാധനങ്ങളാണ് മുളക്, ജാതിക്ക, കുരുമുളക്, പെരുംജീരകം, ഏലക്കായ, ഗ്രാമ്പു, പട്ട, വേപ്പില, ബേ ലീഫ്, വെളുത്തുള്ളി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പിടാം. ഉപ്പ് ഇതിലിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഈ മസാലക്കൂട്ട് നമ്മൾ മിക്സിയിലിട്ട് ചെറിയ ജാറിലിട്ട് നല്ല രീതിയിൽ ഫൈനായിട്ട് അരച്ചെടുക്കുക. ഓക്കെ, പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു വലിയ സവോള ഏത് രീതിയിലായാലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിഞ്ഞ് വയ്ക്കുക കേട്ടോ. അരിഞ്ഞെടുത്തതാണ്. ഇപ്പോൾ നമ്മുടെ കുക്കറിൽ ഇതാ ബീഫ് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട്, എനിക്ക് ഈ ബീഫൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഈ ചട്ടിയിൽ മൺചട്ടിയിൽ ഉണ്ടാക്കാം കേട്ടോ. സവോള നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. സവോളയിലേക്ക് അല്പം വേപ്പിലയിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക കേട്ടോ. നല്ല രീതിയിൽ വഴറ്റി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുക തന്നെ വേണം കേട്ടോ. സവോള നല്ല രീതിയിൽ മൂക്കണം. അപ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റിയിട്ട് നമ്മളതിൻ്റെ നടുവിൽ വെളിച്ചെണ്ണ കുറച്ചുകൂടി പോരങ്ങി ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച് മസാലക്കൂട്ട് ചേർക്കുക കേട്ടോ. ഈ മസാലക്കൂട്ട് നല്ല പച്ചമണമൊക്കെ പോയി നല്ല രീതിയിൽ വഴന്ന് വരുമ്പോൾ, എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല രീതിയിൽ നല്ല സ്മെല്ല് വരും. ആ രീതിയിൽ വഴന്ന് വരുന്ന സമയത്ത് ഈ സവോളയും കൂടി മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് വഴറ്റി കളർക്ക് മാറ്റി നല്ല റെഡ് കളർ പോലെ വരും. ആ സമയത്ത് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം കുറുകി വരുന്നതാണ് ഇതിൻ്റെ പാകം. റോസ്റ്റാണല്ലോ, ഗ്രേവി വേണ്ട. നല്ല രീതിയിൽ ഇപ്പോൾ ചട്ടിയിലായതുകൊണ്ട് എനിക്ക് കുറച്ച് നേരത്തെ നല്ല ചൂടായി കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം ഇത് ചൂട് നിൽക്കും. അതുകൊണ്ട് കുറച്ച് ഗ്രേവി പരുവത്തിലാണ് ഞാൻ എടുത്ത് പുറത്ത് വയ്ക്കുക. കുറച്ച് കഴിയുമ്പോൾ ഇത് ഡ്രൈ ആയിരിക്കുന്നുണ്ടാവും. അങ്ങനെയായി. ഈ മൺചട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അപ്പം ഈ ചട്ടിയിൽ ഞാൻ ഈ രീതിയിലായിരിക്കുമ്പോൾ ഞാൻ ഇറക്കി വെച്ചു. അപ്പോൾ ഇതേ അങ്ങനെ നല്ല കുറുകിയ ചാറോട് കൂടി നല്ല ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും കൂടി കഴിക്കാനൊക്കെ എന്താ ടേസ്റ്റ് അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.